അങ്ങനെ നമ്മള് കുന്താപുരത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഒരു ബസ് കയറി. വളരെ നല്ല ബസ് സർവീസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ബസ്സിൽ കുറ്റം പറഞ്ഞ എങ്ങനെയിരിക്കും. അങ്ങനെ നമ്മൾ ബസ് കയറി. നമുക്ക് വളരെ മോശം എക്സ്പീരിയൻസ്. നമ്മൾ മറ്റേ ബാഡ് റിവ്യൂവേഴ്സ് ആയിട്ട് കയറി. ഈ 2 ബാഗും ചുമന്നുകൊണ്ടാണ് പാവപ്പെട്ട 2 യുവതികൾ. നമ്മൾ കണ്ടോ നമ്മളെന്ത് ഭയങ്കര നോർമൽ ലുക്കിലാണ് നടക്കുന്നത്. സമയം വൈകിട്ട് 6 മണി, നമ്മൾ നാണിച്ച് നിൽക്കുക. നമ്മളെ സൺഗ്ലാസ് കണ്ടിട്ട്. എന്നാലും നമ്മൾ ആ ഒരു വളരെ നോർമലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോർമലായിട്ടാണ് ബസ്സിൽ കയറിയത്. വളരെ ദയനീയമായിട്ടുണ്ട്. അതായത് നമ്മൾ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് അടുത്ത ബസ്സിൽ കയറുമായിരുന്നു. ഒരു ദാക്ഷിണ്യവും നമ്മളോട് കാണിക്കാതെ ബസ്സിലെ സഹയാത്രികർ നമ്മളോട് പെരുമാറുകയുണ്ടായി. അറിയായിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചു പറയാൻ ഭാഷ അറിയത്തില്ല. ആകെ അറിയാവുന്ന ലേലു വല്ലു ആണ്. പിന്നെ നമുക്ക് ട്രെയിൻ ഇപ്പം ഉണ്ട്. ഇഷ്ടു അടി ഉണ്ടാക്കുമ്പോൾ ഇഷ്ടു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ആ ബസ് പോരാ. ബസ് പെട്രോൾ പമ്പിൽ കയറി 5 или 20 മിനിറ്റ്, ഒരു 5 to 10 മിനിറ്റ്സ് ഇവർ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചുകൊണ്ട് നിന്നു. അതെ, ഒരു സർവീസ് നടത്തുമ്പോൾ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ബസ് ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടോ, സർവീസ് ചെയ്യുന്നതിന് മുന്നേ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടോ, ടയറിൽ കാറ്റുണ്ടോ, എക്സ്പീരിയൻസ് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മൾ ദുഃഖിതരാണ്, തുല്യ ദുഃഖിതരാണ്. അങ്ങനെ ആ ബസ്സിൽ നിന്ന് സോറി, കുറ്റം പറയുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ സഹൃദയരെ, ഞാൻ ഇന്ന് നിങ്ങളെ വളരെ വലിയൊരു ആളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ബോഡി ഷേമിംഗ്. വലിയ മനസ്സിൻ്റെ ഉടമ എന്ന് വെച്ചാൽ ഇവൾ എൻ്റെ കൂടെയാണ് ടൂർ വന്നത്. പക്ഷേ ഇവളിന്നൊരു പാവം ഒരു വൃദ്ധനെ ഒരു കുടജാദ്രിയിലെ 2 കിലോമീറ്റർ ഇവളുടെ ഈ കൈ ഉപയോഗിച്ച് പിടിച്ചാണ് ആ പുള്ളിനെ കയറ്റത്. പുള്ളിയുടെ കാലിൽ ചെരുപ്പില്ലായിരുന്നു. പാവം അങ്കിൾ. ഹായ് അങ്കിൾ. അങ്കിൾ കാണുന്നുണ്ടെങ്കിൽ അങ്കിളിനെയല്ല നമ്മൾ ട്രോളുന്നത്, ഇവളെയാണ്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്കിൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. അപ്പൊ ഇതാണ് ആ വലിയ മനുഷ്യനെ, ആ കുടജാദ്രിയുടെ മല കയറ്റിയ വലിയ വ്യക്തി. ഓക്കെ, നമ്മൾ ഒരുമിച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കാൻ ഇടയുണ്ടായി. നമ്മൾ നടന്നിപ്പോ ഏകദേശം അതല്ല, ആൾക്കാരൊക്കെ ഞങ്ങൾ എന്തോ ഒരു അപൂർവ ജീവികളെ പോലെയാണ്. പക്ഷെ നമ്മൾ നോർമൽ അല്ലേ ഗൈസ്? ഇത് കണ്ടോ ഗൈസ്, വളരെ നോർമലാണ്. പൂക്കി പാർവതി യസ്രാജ് ഇപ്പം കറൻ്റ്ലി UK-ലാണ്, United Kingdom. She has done her masters there. Already she has an MBA here from Calcutta University, and then is set. Then she went to UK for pursuing her higher education, and now she came here. Now ഇവിടെ ഒറ്റക്കിരുന്ന് ഡിപ്രഷൻ നമുക്ക് പറയാനുള്ളത്, ബസ്സിലെ കുറച്ച് പെമ്പിളറുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കുറ്റം പറയുമെങ്കിലും നമ്മൾ നല്ലതാണ് അംഗീകരിക്കാം. വി സോ സം ബോയ്സ്, അവർ ഫോണൊന്നും യൂസ് ചെയ്യാണ്ട് ലൈക്ക് ഒരു 5:30 PM അവർ കണ്ടില്ലേ, പിള്ളേരെ കണ്ടില്ലേ? ഹായ് പറ, ഹായ് സേ ഹായ്. ഓക്കെ, ഇവർ ഫോൺ തട്ടിപ്പറിക്കാൻ വന്നവരാണോ? എന്നാ ക്രിക്കറ്റ് കളിക്കുന്നല്ലേ പാടത്തേനോ? പാടം നികത്തി അവർ ക്രിക്കറ്റ് കളിക്കുന്നത്. അവരുടെ ഒരു ഡെഡിക്കേഷൻ, അവരുടെ ഒരു ഹാർഡ് വർക്ക്, അതാണ് നമുക്ക് അഭിനന്ദിക്കാം. നേരത്തെ അവരെ കണ്ടപ്പോൾ ഭയങ്കര നാവായിരുന്നല്ലോ. Actually those guys were playing cricket over there. Yeah, and it was good. Yeah.